4 കുട്ടികൾക്ക് പുതുജീവൻ നൽകി മടങ്ങിയ 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞു മാലാഖയെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് ആലിന്റെയും അവളുടെ മാതാപിതാക്കളുടെയും ത്യാഗത്തെ പ്രധാനമന്ത്രി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത്. മഹനീയമായ ചിന്തയുടെയും ഉറച്ച വ്യക്തിത്വത്തിന്റെയും പ്രതീകമാണ് ആലിന്റെ മാതാപിതാക്കൾ എടുത്ത തീരുമാനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട തീരാവേദനയ്ക്കിടയിലും മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ അവർ കാണിച്ച ആർജവം ഓരോ ഭാരതീയനും മാതൃകയാകേണ്ടതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഏറെക്കാലം ജീവിച്ചിരിക്കേണ്ട കുഞ്ഞായിരുന്നു ആലിൻ. നിരവധി സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് അവൾ പോയത്. എല്ലാമായ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് മാതാപിതാക്കൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. എന്നാൽ ആ വിങ്ങുന്ന വേദനയിലും അവയവദാനത്തിന് അവർ സന്നദ്ധരായത് വലിയൊരു പുണ്യ പ്രവൃത്തിയാണെന്ന് പ്രധാനമന്ത്രി പരാമർശിച്ചു. ആലിന് നമുക്കൊപ്പമില്ല, പക്ഷെ അവളുടെ പേര് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാക്കളുടെ പട്ടികയിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. അവളുടെ മഹീനമായ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുമെന്നും ഓരോ പൗരനും ആ രക്ഷിതാക്കളെ ആദരവോടെ നമിക്കണമെന്നും മോദി വികാരധീനനായി പറഞ്ഞു. അവയവദാനത്തിൽ ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ ഗവേഷണ രംഗം വലിയ മുന്നേറ്റങ്ങളാണ് നടത്തുന്നത്. അവയവദാനത്തിലൂടെ പുതുജീവൻ ലഭിച്ച ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് രാജ്യത്ത് സാധാരണ ജീവിതം നയിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനംതിട്ട നെടുങ്ങാടപ്പള്ളി വാലുമണ്ണിൽ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻഡ് ജോണിന്റെയും മകളായിരുന്നു 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ. ഫെബ്രുവരി 5-നുണ്ടായ ഒരു ദാരുണമായ വാഹനാപകടമാണ് ആ പിഞ്ചു ജീവൻ കവർന്നത്. പള്ളം പോർമ കവലിൽ വെച്ച് അവർ സഞ്ചരിച്ചെന്ന കാറിലേക്ക് മറ്റൊരു വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ ദിവസങ്ങളോളം ആലിൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം പരമാവധി ശ്രമിച്ചുവെങ്കിലും മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. മകളുടെ മരണം സ്ഥിരീകരിച്ച നിമിഷത്തിൽ തങ്ങളുടെ കുഞ്ഞിലൂടെ മറ്റ് 4 കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ എന്ന ഉറച്ച തീരുമാനം ആ മാതാപിതാക്കൾ എടുക്കുകയായിരുന്നു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ. അവളുടെ വൃക്കകളും കരളും ഹൃദയവാൽവും 4 കുട്ടികൾക്കാണ് പുതുജീവനേകിയത്. ഇതിൽ 2 പേരുടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാവുകയും അവർ ആരോഗ്യനില വീണ്ടെടുക്കുകയും ചെയ്യുന്നു എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. മരിച്ചാലും ഓർമ്മിക്കപ്പെടുക എന്നത് വലിയ കാര്യമാണ്. എന്നാൽ മരിച്ച ശേഷവും മറ്റൊരാളിലൂടെ ജീവിക്കുക എന്നത് അതിലും വലിയ പുണ്യമാണ്. ആലിന്റെ കാര്യത്തിൽ ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. അവളുടെ അവയവങ്ങൾ സ്വീകരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് അവൾ ഒരു ദൈവപുത്രിയാണ്. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരുന്നു ആലിന്റെ സംസ്കാരം നടന്നത്. നെടുങ്ങാടപ്പള്ളി സെയിന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിൽ നടന്ന ചടങ്ങിൽ 100 കണക്കിന് ആളുകൾ ആ കുഞ്ഞു മാലാഖയ്ക്ക് കണ്ണീരോടെ വിട ചൊല്ലി. ആ വിടവാങ്ങൽ വെറുമൊരു മടക്കമായിരുന്നില്ല, മറിച്ച് ഒരു പുതുചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. അവയവദാതാവിനെ കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ ധാരണകൾ മാറ്റാൻ ആലിന്റെ കഥ സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരണമെന്നും അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ വ്യക്തമാക്കി. കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് ഇത് അഭിമാനകരമായ നിമിഷമാണ്. അവയവദാന പ്രക്രിയയിൽ സുതാര്യമായും വേഗത്തിലും നടപ്പിലാക്കുന്നതിനുള്ള മൃദുസഞ്ജീവനി പോലുള്ള പദ്ധതികളുടെ വിജയമാണ് ആലിന്റെ കാര്യത്തിലും കണ്ടത്. സാങ്കേതികമായ തടസ്സങ്ങളില്ലാതെ അവയവങ്ങൾ കൈമാറാൻ കഴിയുന്നത് ഡോക്ടർമാരുടെ മികവാണ്. ഈ കൊച്ചുകുഞ്ഞിന്റെ ത്യാഗം രാജ്യമെമ്പാടും ചർച്ചയാകുമ്പോൾ അവയവങ്ങൾക്കായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് അതൊരു വലിയ പ്രതീക്ഷയായി മാറുകയാണ്. ആലിന്റെ മാതാപിതാക്കളുടെ മനോധൈര്യം പൗരബോധത്തിന്റെ ഉത്തമ ഉദാഹരണമായി ചരിത്രം രേഖപ്പെടുത്തും. അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും വലിയൊരു സന്ദേശമാണ് ആലിൻ നൽകിയത്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആ കുടുംബത്തിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. സ്വന്തം മകളുടെ നഷ്ടം രാജ്യത്തിന്റെ മുഴുവൻ നോവായി മാറുമ്പോഴും അവളിലൂടെ മറ്റ് 4 കുടുംബങ്ങളിൽ പ്രകാശം പരക്കുന്നു എന്ന തിരിച്ചറിവാണ് അവരുടെ ഏക ആശ്വാസം. ഇന്ന് ആലിൻ ഷെറിൻ ഒരു പേര് മാത്രമല്ല, അതൊരു വികാരമാണ്. മരണത്തെ തോൽപ്പിച്ച ജീവന്റെ തുടുപ്പുകൾ പങ്കുവച്ച കുഞ്ഞു മാലാഖ. അവളുടെ ജീവിതം ചുരുങ്ങിയ കാലയളവായിരുന്നുവെങ്കിലും അവൾ ചെയ്ത പ്രവൃത്തി യുഗങ്ങളോളം സ്മരിക്കപ്പെടും. ആലിൻ ഷെറിന്റെ മാതാപിതാക്കൾ തുടങ്ങിവെച്ച ഈ വിപ്ലവം വരും തലമുറകൾക്ക് വലിയൊരു പാഠമാണ്. കഷ്ടപ്പാടുകൾക്കിടയിലും മറ്റുള്ളവന്റെ വേദന കാണാൻ കഴിയുന്നതാണ് യഥാർത്ഥ ഈശ്വര സേവയെന്ന് അവർ തെളിയിച്ചു. ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ഉയരുന്ന ഇത്തരം നന്മയുടെ കഥകൾ ലോകത്തിന് മുഴുവൻ പ്രചോദനമാണ്. അവയവദാനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഈ സംഭവം ദേശീയ തലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുമെന്ന് ഉറപ്പാണ്. ആലിൻ ഷെറിൻ എബ്രഹാം ആ പേര് ഇനി ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിലുണ്ടാകും. തന്റെ കുഞ്ഞു ശരീരത്തിലൂടെ 4 ജീവനുകൾക്ക് കാവലായവൾ. അവളിലൂടെ ലോകം സ്നേഹത്തിന്റെ പുതിയ ഭാഷ പഠിക്കുന്നു.